അടയ്ക്കും. നമുക്ക് പരിചയമുള്ള ചേച്ചിയാണിത്. കടയിൽ നല്ല തിരക്കാണ്. അപ്പം ഇവിടുത്തെ ഭംഗി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. എന്ത് ഭംഗിയാണെന്നറിയോ? വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. അടിപൊളി വിശേഷങ്ങൾ. ഇവിടുന്ന് അങ്ങോട്ട് വീഡിയോ എടുക്കരുത് എന്നാണ്. കാരണം അവിടെ വാഷ്റൂമൊക്കെ ഉള്ളതുകൊണ്ട് പാപനാശിനിയിൽ നിന്ന് കുളിച്ച് വരുന്നവരൊക്കെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നത് അവിടെയാണ്. അപ്പം കുളിക്കുന്നതും ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതൊന്നും വീഡിയോ എടുക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ക്യാമറ ഇങ്ങോട്ട് അലൗഡ് അല്ലാന്ന്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടം വരെ റോഡുള്ളൂ. ഇതിങ്ങോട്ടേക്ക് ഇങ്ങനെ പാറകളാണ്. അപ്പോൾ അവിടെ കുളിക്കുന്ന ഭാഗം അവിടെ ഞാൻ എടുക്കുന്നില്ല. ഇപ്പോൾ എല്ലാവരും ഇതവിടെ കണ്ടോ, നല്ല തിരക്കാണ്. എല്ലാവരും ബലിയിട്ടിട്ട് തിരിച്ച് വരുന്നവരാണ്. അപ്പം നമ്മൾ പോയി ഇനി മുങ്ങി കുളിച്ച് ബലിയിടണം. അപ്പോൾ ഇതാ ഇങ്ങ് താഴെ ആണ് ആ വെള്ളം അങ്ങനെ ഒഴുകിപ്പോകുന്നിടത്താണ് ബലിയിടുന്നത്. അങ്ങനെ മുകളിലേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഗണേശൊക്കെ ഉണ്ട്. ഞാനത് പഴയ വീഡിയോയിൽ അത് പാപനാശിനിയും ഫുള്ള് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങോട്ട് കയറിപ്പോകണം. ഇവിടെ കല്ലുകളാണ് ഫുൾ, ഇങ്ങോട്ടേക്ക് റോഡില്ല. ഞാനിതിൻ്റെ ഒരു ഫോട്ടോ വെക്കുന്നതാണ്. ഇതാണ് പാപനാശിനി. കണ്ടോ, വെള്ളം ഒരു കുളം പോലെ ഉണ്ടാവും. വെള്ളം ഇങ്ങനെ താഴേക്ക് ഒഴുകുന്നുണ്ടാവും. താഴെയാണ് ഈ വെള്ളം ഒഴുകുന്നില്ല, ഇവിടെയാണ് നമ്മൾ ബലിയിടുന്നത്. മുങ്ങി കുളിച്ച് ബലിയിട്ട് ഇവിടെ വന്നു. ഇത് ഇവിടെ നിന്ന് ഡ്രസ്സൊക്കെ നമ്മൾ എടുത്തിട്ട് വരണം. ചേഞ്ച് ചെയ്യാനുള്ളതൊക്കെ എടുത്ത് ചേഞ്ച് ചെയ്ത് എല്ലാം മാറ്റി കഴിഞ്ഞിട്ട് ഇതിൻ്റെ അങ്ങോട്ടേക്ക് വീഡിയോ എടുക്കാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. ഇതൊക്കെ ബലിയിട്ടിട്ട് വരുന്നവരാണ്. അപ്പോൾ നമ്മൾ ബലിയൊക്കെ ഇട്ട് അവിടെ വീഡിയോ എടുക്കരുത്. അപ്പോൾ ബലിയൊക്കെ ഇട്ട് എല്ലാം ചേഞ്ച് ചെയ്തിട്ട് താഴേക്ക് വീണ്ടും വരികയാണ്. ഇനി അമ്പലത്തിൽ ഇവിടെ ഒരു ശിവൻ്റെ അമ്പലമുണ്ട്, ഒരു ഗുഹ ഉണ്ട്. അവിടെ പോയിട്ട് ഞാൻ മാത്രമേ കുളിച്ചിട്ടുള്ളൂ. ഇവരാരും മുങ്ങി കുളിച്ചിട്ടില്ല. നേരത്തെയൊക്കെ വന്നപ്പോൾ ഞങ്ങളെല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ കൊണ്ടുവന്നിട്ട് എല്ലാവരും മുങ്ങി കുളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. മോളും മോനും ഞങ്ങളെല്ലാവരും. ഇപ്പം ഞാൻ മാത്രം ബലിയിടുന്നുണ്ട്, ഞാൻ മാത്രമേ ഒക്കെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ താഴേക്ക് പോവുകയാണ്. ഇവിടെ ഒരു ഗുഹയിലൊരു അമ്പലമുണ്ട്, ചെറിയൊരു പ്രതിഷ്ഠ ശിവൻ്റെ ഇതാണ്. അപ്പോൾ ഇവിടെ കൂടി തൊഴണം. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകാം. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതങ്ങുള്ളിലേക്ക് പോകുന്ന വഴിയിൽ ഒരു സാധനമുണ്ട്, കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഒരു വലിയൊരു മരമുണ്ട്. അത് എന്ത് മരമെന്നറിയോ? രുദ്രാക്ഷത്തിൻ്റെ മരമാണ്. ഞാൻ കാണിച്ചു തരാം. ഇത് ഈ കാണുന്ന ഈ വലിയ മരമില്ലേ, അത് രുദ്രാക്ഷത്തിൻ്റെ മരമാണ്. അപ്പം നമുക്കിത് ഇവിടെ കിട്ടി. ഇതാ കണ്ടോ, ശരിക്കും ഉണങ്ങിയിട്ടില്ല. ഉണങ്ങിക്കഴിയുമ്പോൾ ഉണങ്ങിയത് അനിയനൊന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് കുറച്ച് ഉണങ്ങാത്തതാണ്. അപ്പം ഇതിൻ്റെ പച്ചക്കായ് ഞാൻ കാണിച്ചു തരാം. ഈ മരമാണ്, ഈ വലിയ മരമല്ലേ. അപ്പം അതിൻ്റെ ചോട്ടിൽ നമ്മൾ കുറേ തപ്പിട്ടോ, നമുക്ക് കിട്ടിയില്ല. ഇതാണ് അതിൻ്റെ കായ്, കണ്ടോ, പച്ചക്കായ്. ഇതാണ് ഉണങ്ങിയിട്ട് അത് ശരിക്കും ഉണങ്ങി വീഴണം. ഇല്ലെങ്കിൽ അത് നമ്മൾ പൊളിച്ചെടുത്ത് ഉണക്കുമ്പോൾ അതാണ് കേട്ടോ രുദ്രാക്ഷത്തിൻ്റെ മരം. ഞാൻ നേരത്തെ ഒന്നും എനിക്കറിയില്ലായിരുന്നു, ഇപ്പോഴാണ് ഇത് കണ്ടത്. ഈ വലിയ മരമാണ് ഒറിജിനൽ രുദ്രാക്ഷത്തിൻ്റെ വിലയൊക്കെ അടിച്ചു നോക്കിയാൽ, മൊബൈൽ അടിച്ചു നോക്കി, ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ അറിയാം. ഇനി അമ്പലത്തിൽ തൊഴാൻ പോവുകയാണ്. നട അടയ്ക്കും, അതിന് മുന്നേ നമുക്കവിടെ എത്തണം. നമ്മളിതിലേ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. രുദ്രാക്ഷത്തിൻ്റെ മരം കണ്ടോ. ഇനി നമ്മൾ അമ്പലത്തിൽ പോയിട്ട് നട അടയ്ക്കുന്നതിന് മുന്നേ തൊഴണം.
ഈ സൈഡ് കടയിലൊക്കെ നാടൻ സാധനങ്ങളൊക്കെയാണ്. ചായപ്പൊടി, കാപ്പിപ്പൊടി, തേൻ നെല്ലിക്ക, പിന്നെ മുള അരി, അങ്ങനെ ചോളത്തിൻ്റെ പൊടി, അങ്ങനെ വെറൈറ്റി കുറേ സാധനങ്ങളുണ്ട്. ഈ കുളത്തിൻ്റെ അങ്ങോട്ട് കൂടി നമുക്കൊന്ന് പോവാം. അപ്പം ഞാൻ അങ്ങോട്ട് അവിടെ തൊഴാൻ ഇവിടെ ഒരു പാദചിഹ്നമുണ്ട്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് വിശദമായിട്ട്. അപ്പോൾ അവിടെ ഒന്ന് തൊഴുതിട്ട് അവിടെ കുങ്കുമൊക്കെ വെച്ചിട്ടുണ്ടാവും. അതിങ്ങനെ നെറ്റിയിൽ തൊട്ടിട്ട് ഞാനത് എടുത്തിട്ട് വന്നു. അപ്പോൾ ഇതിപ്പോൾ കുളത്തിൽ വെള്ളമൊന്നുമില്ല. നേരത്തെ വെള്ളം നിറയെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു അവിടെ കാണാനൊക്കെ. ഇപ്പം നല്ല വെയിലൊക്കെ വന്നു. നമ്മളപ്പോൾ മോനും അനിയനൊക്കെ അന്ന് കയറിപ്പോയി. ഞങ്ങൾ ലാസ്റ്റായിപ്പോയി. ഇപ്പം ഞങ്ങൾ പോവുകയാണ്. ഇവിടുന്ന് ഞാനും ചേട്ടനും കൂടി ഒരു ഫോട്ടോ ഒക്കെ എടുത്ത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ചേച്ചി ഇത് അവിടെ തന്നെ കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും പരിചയമുള്ളൊരു ചേച്ചിയാണ്. ഏട്ടനും ഇവിടെ വന്ന് സാധനങ്ങളൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ ഏട്ടൻ മരണപ്പെടുന്നതിന് മുൻപും കൂടി ഇവിടെ വന്ന് ചേച്ചിയുടെ അടുത്തൊക്കെ സംസാരിച്ച് ഞാൻ നാട്ടിൽ പോകുക ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് പോയ ആളാണ്. ചേച്ചി അന്ന് തന്നെ വിവരം അറിഞ്ഞു, ഭയങ്കര വിഷമമായി എന്ന് പറഞ്ഞു. പിന്നെ 40 വന്നപ്പോൾ ചേച്ചി അതിനെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചായിരുന്നു. അമ്മൊക്കെ വന്നപ്പോൾ ചേച്ചിയോട് സംസാരിച്ചു. അപ്പോൾ ചേട്ടൻ അവിടെ നിന്ന് നമ്മുടെ നാടൻ സാധനങ്ങളൊക്കെ ഇവിടെ വാങ്ങാൻ കിട്ടും. തേൻ നെല്ലിക്ക വാങ്ങി ഞങ്ങൾ. പിന്നെ ഒരു കുപ്പിയിലിങ്ങനെ കുറേ വേരുകളൊക്കെ ഉള്ളുണ്ട്. പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ട് ആ എണ്ണ മുടുക്കി തലയ്ക്ക് തേച്ചാൽ നല്ലതാണ്. അത് വാങ്ങി. പിന്നെ വെള്ളം വാങ്ങി കുടിച്ചു. ഇവിടെ ചോളം പൊടിയുണ്ട്, പിന്നെ മുള അരി, അങ്ങനെ കുറേ നാടൻ സാധനങ്ങൾ ഒരുപാടുണ്ട്. നമ്മൾ കടേൻ്റെ ഉള്ളിൽ കയറിയില്ല. അന്നൊരിക്കൽ വന്നിട്ട് ഉള്ളിൽ കയറി കുറേ സാധനങ്ങളൊക്കെ എടുത്തതാണ്. ഇന്നിപ്പോൾ ഉള്ളിലേക്ക് കയറാതെ ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമ്മൾ വെളിച്ചെണ്ണ, ഈ തലയ്ക്ക് തേക്കുന്ന എണ്ണ വേരൊക്കെ ഇട്ടിട്ടുള്ള ഒരു കൂട്ടുണ്ടായിരുന്നു, അത് വാങ്ങി. തേനെല്ലിക്ക വാങ്ങി. എന്തൊക്കെയോ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. ഇതാണ് കടയുടെ പേര്. ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ കടയിൽ, മുള കൊണ്ടുണ്ടാക്കിയ. അപ്പോൾ ഇത് നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ ചേച്ചിയുടെ കടയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് നിന്ന്, തിരക്കൊഴിയുന്നേരം അവിടെ നിന്ന് തിരക്കെല്ലാം കടയിൽ ഒഴിഞ്ഞ ശേഷം ചേച്ചിനോട് വർത്താനമൊക്കെ പറഞ്ഞ് ചേച്ചിനോട് പോട്ടെ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോവാണ്. അപ്പോൾ ഇനി നേരെ പോയിട്ട് നമുക്ക് അമ്പലത്തിൽ പോയി തൊഴണം. നട അടയ്ക്കുന്നതിന് മുന്നേ തൊഴണം. അപ്പോൾ ചേട്ടൻ ഇവിടെ ചക്ക കണ്ടപ്പോൾ, പ്ലാവ് കണ്ടപ്പോൾ അവിടെ നിന്നിട്ട് കാണിച്ചു തരുമായിരുന്നു. നിറയെ ചക്കയുണ്ടല്ലോ നോക്ക് എന്ന് പറഞ്ഞിട്ട് എനിക്കിങ്ങനെ കാണിച്ചു തരികയാണ്. നമ്മളവിടെ വീട്ടിൽ ചക്ക അധികം ആയിട്ടില്ല, ചെറുതാണ്. ഇവിടെ നല്ല വലുതായിട്ടുണ്ട്. അപ്പം അത് കണ്ടപ്പോൾ ഒന്ന് കാണിച്ചു തന്നു. പിന്നെ ഇനി നമ്മൾ നേരെ പോയിട്ട് നമുക്ക് അവിടെ അച്ഛനും അമ്മയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ, അവിടെ കണ്ടോ, ഇവിടെ നല്ലൊരു കുത്തനെ കയറ്റം പോലെയാണ്. ഇവിടെ എത്തുമ്പോഴേക്കും നമ്മളാകെ തളർന്നു പോകും. എന്നിട്ട് വെള്ളമൊക്കെ വാങ്ങി കുടിച്ച് ഞങ്ങളവിടെ കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് വന്നത്. കുറച്ച് നേരം കേട്ടോ, കുറച്ച് നേരം ഇരുന്നിട്ട് വന്നു. ഇവിടെ കണ്ടോ കയറ്റം കണ്ടോ, കുത്തനെ കയറണം. ഇനി വേഗം പോയി ഇവിടുന്ന് നമുക്ക് തൊഴണം. അപ്പോൾ അതാണ് ഇനി ഇവിടുത്തെ ഭംഗി കണ്ടോ, മലകളും പച്ചപ്പും ഒക്കെ ആയിട്ട്. തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം എന്ന് പറയുമ്പോൾ അറിയായിരിക്കും, എല്ലാവർക്കും അറിയാം. തിരുനെല്ലി അമ്പലത്തെക്കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇവിടുത്തെ ഭംഗി നല്ലൊരു ഭംഗിയാണ്. ഞാൻ കാണിച്ചു തരാം. അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് താഴെ അവിടെ മലയൊക്കെ കാണുന്നതാണ്. എന്ത് രസമാണെന്നറിയാം. അതുകൂടി ഞാൻ കാണിച്ചു തരാം. എന്ന് കണ്ടോ, ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. ഇങ്ങനെ ഈ പാത്തിയിൽ മലമുകളിൽ നിന്ന് വരുന്നതാ അത്ര വെള്ളം. പാത്തിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അവിടെ ഒരിക്കലും ആ വെള്ളം വറ്റില്ല, എപ്പോഴും വന്നുകൊണ്ടിരിക്കുമെന്ന്. ഇവിടെ ഉച്ച ഊണൊക്കെ ഉണ്ട് കേട്ടോ. കൂപ്പൺ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഭക്ഷണമൊക്കെ കിട്ടും. നമ്മളിപ്പോൾ അതിനൊന്നും നിൽക്കുന്നില്ല. നമ്മൾ വേഗം പോയി തൊഴുത്തിട്ട് വന്നിട്ട് വീട്ടിൽ പോയിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. ഉച്ചയൂണിന് ഇനി സമയമുണ്ട്. അപ്പം ഞാൻ താഴത്തെ വ്യൂ ഒന്ന് കാണിച്ചു തരാം. എന്താ, താഴേക്ക് വരുമ്പോൾ ഇത് അമ്പലത്തിൻ്റെ നേരെ ഫ്രണ്ട് ഭാഗമാണ്. ഇവിടെ കണ്ടോ എന്താ ഭംഗി. ഇത് താഴേക്ക് ഇങ്ങനെ സ്റ്റെപ്പ് ഉണ്ട്, അങ്ങോട്ട് വീടുകളൊക്കെയാ തോന്നുന്നു. ഇത് കണ്ടോ, മലയൊക്കെ കാണുന്ന നല്ല രസമാണ് ഇവിടുത്തെ കാഴ്ച. ഇവിടെ കഴിഞ്ഞ വർഷമല്ല, അതിൻ്റെ 2 വർഷം മുമ്പ് വന്നപ്പോൾ ഇവിടെ നിന്നൊരു ഫോട്ടോയൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ അമ്പലത്തിൽ തൊഴുത്
പുറത്തിറങ്ങിയതാണിത് കേട്ടോ. ഷർട്ടൊക്കെ ഊരിയിട്ടിട്ട് വേണം, ഊരി ഇങ്ങനെ തോളത്തോട് ഇട്ടിട്ട് വേണം പോകാൻ. എന്നിട്ട് തൊഴുതിട്ട് നമ്മൾ ഇപ്പുറത്ത് കൂടെ വരും. ഇപ്പുറത്താണ് ഇവിടെ പാത്തി വെള്ളം വരുന്നത്, അവിടെയാണ് വന്ന് വരുന്നത്, തൊഴുതിട്ട് ഇറങ്ങി വരുന്നത്. അപ്പോൾ വീണ്ടും ഇപ്പുറത്ത് വന്നു. ഇനി നമ്മൾ ഇവിടെ നിന്നിട്ട് ഒരു ഫോട്ടോയൊക്കെ എടുത്ത് ഇനി നമ്മൾ വീണ്ടും നമ്മൾ അങ്ങോട്ട് തന്നെ പോവാം. കുറച്ച് നേരം ഇവിടെ ഇരുന്ന് കേട്ടോ, റെസ്റ്റൊക്കെ എടുത്ത് കുറച്ച് നേരം കൂടി ഇവിടെ ഇരുന്നിട്ട് ഇത് അവിടെ നിന്നാണ് ചന്ദനമൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മൾ നെറ്റിയിൽ ചാർത്തിയിട്ട് ഈ പാത്തിയിൽ വരുന്ന വെള്ളത്തിൽ കൈയെല്ലാം കഴുകിയിട്ട് പ്രസാദമൊക്കെ അവിടെ നിന്ന് കിട്ടും അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന്. അതൊക്കെ കഴിച്ചിട്ട് ഇവിടെ വന്നിട്ട് കൈയും കഴുകിയിട്ട് പുറത്തിറങ്ങിയിട്ട് ഇവിടെ നിന്ന് കൈയും കഴുകിയിട്ട് നമുക്ക് പോകാം. അതാണ് വീണ്ടും ഇപ്പുറത്ത് തന്നെ കാണിച്ചത്. ഇനി നമുക്ക് വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ പോകാം. ഇനി ഇവിടെ രസീറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ അരവണ പായസം ഇവിടെ കിട്ടും. അരവണ പായസം വാങ്ങുകയാണ്. 2 എണ്ണം ഞങ്ങൾ വാങ്ങി. ഒന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാനും ഒന്ന് നമുക്ക് ഒഡീഷയിലേക്ക് കൊണ്ടുപോകാനും. മോക്ക് ഭയങ്കര മധുരമാണ് കേട്ടോ. ബെല്ലൊക്കെ ഇട്ടിട്ടുള്ള അരവണ പായസം ഇപ്പോൾ 2 എണ്ണം വാങ്ങി. ഇപ്പോൾ ഇവിടെ ഇതാ ശ്ലോകം ഒക്കെ വായിക്കുന്ന അത്. ഇനി നമ്മൾ നേരെ പോകണം. നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകണം. രാവിലെ ഇറങ്ങിയതല്ലേ. ഇത് ഇവിടെ കുറേ ചെടികളൊക്കെ ഉണ്ട്. ഓരോ നാളിന് ഏതൊക്കെയാണ് മരങ്ങൾ അതൊക്കെ ഇതവിടെ എഴുതിയിട്ടുണ്ട്. തിരുവോണത്തിന് എരിക്ക, മകയിരം, കരിങ്ങലി, അങ്ങനെ കുറേ അതൊക്കെ കുറേ നമ്മൾ നോക്കി. നമ്മളെ നാളിന് ഏതാണ് മരം, ചെടികൾ, ഇങ്ങനെ ചെടികൾ ഏതാ വരുന്നതെന്ന് ഒക്കെ നോക്കി. ഇനി ഇതാ നമ്മൾ താഴേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മളെ വണ്ടി സ്റ്റാർട്ടായി. നമ്മൾ ഇനി നേരെ കുറച്ചും കൂടി താഴെ പോയിട്ട് അവിടെ ഒരു ഹോട്ടലൊക്കെ ഉണ്ട്. അവിടുന്ന് രാവിലത്തെ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് പോകണം. അപ്പം കറിയോ ദോശയോ ഒക്കെ അമ്പല പരിസരമൊക്കെ ആയതുകൊണ്ട് നോൺ വെജ് ഒന്നുമില്ല. അമ്പലത്തിലേക്ക് വന്നുകൊണ്ട് നമ്മൾ സാധാരണ നാടൻ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ പോയിട്ടാണ് ഉച്ചത്തേക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം ചായയും കുടിച്ചിട്ട് വീട്ടിൽ പോകാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, നല്ലൊരു വീഡിയോയിൽ വരുന്നവരേക്ക് എല്ലാവർക്കും ബൈ.